പ്രശ്നമില്ല സാറേ. സർ, ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് സാർ. സർ. ശരി സാറേ, ഏർപ്പാടാക്കാം. ഓക്കെ സാർ. സാറ് പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സർ, ഒന്ന് അവിടെ ഇരിക്കേ. സാറ് പറഞ്ഞോളൂ. ആ, ഓക്കെ സാർ. ആ, ഓക്കെ സാർ. ഓക്കെ സ്വാമി സാർ. എന്താ കേസ്? ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. അറിയില്ല സാർ. എന്താ സാർ, ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കി, ഒരു വിവരവും ഇല്ല സർ. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. പ്ലീസ് സർ, ഹെൽപ്പ് മീ സർ. നിന്നെ വിട്ടുപോയെന്നോ? നിന്നെ പോലൊരു സ്റ്റോപ്പ് ഇറ്റ് സർ. എന്താടാ അവിടെ? താനകത്തേക്ക് വാ. പറയൂ, എന്താ കാര്യം? 2 ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കാണാനില്ല സർ. എവിടെ പോയതാന്നേ അറിയില്ല. ഫോട്ടോ ഉണ്ട് സർ. പേരെന്താ? രമ്യ സർ. ഹസ്ബൻഡിന്റെ പേര്? കാർത്തിക് സർ. എന്താ ഉണ്ടായത്? ഹായ്, ഗുഡ് മോർണിംഗ്. Waiting for you. You people, do you know what's happening here? And you don't want to take any responsibility? നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടെന്ന് അറിയാമോ? ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും ഞാൻ. സർ, അവരെ വഴക്ക് പറയണ്ട. ആസ് എ ടീം ലീഡർ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. ഓക്കെ. You are fired. Take this and get out. കാർത്തിക്, 1 minute. നീ ആദ്യം ലെറ്റർ ഒന്ന് വായിച്ചേ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്നല്ലേ? ഇവരെന്താടാ വട്ടായോ? Congrats, Karthi. Thank you, sir. You got a Best Employee Award. Keep it up. പൊളിച്ച് ചെലവ് വേണം. Congratulations to your team, Saumi. Thanks, da. Enjoy. Lunch time il കാണാം. Okay, bye. ഡേയ്, നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? ഓക്കെ ബൈ. നീ എങ്ങോട്ടേ പോണേ? നിങ്ങൾ വിൻ ചെയ്തില്ലേ? അതിനുള്ള സക്സസ് പാർട്ടി. ശരി, ബൈ. നമുക്ക് വേണ്ടി ഒരു പാർട്ടി പ്ലാൻ ചെയ്യണോടാ. എല്ലാരും എന്താ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നല്ലാണ്ട് നമ്മൾ അച്ചീവ് ചെയ്തതിന് മറ്റുള്ളവരല്ലേ ആഘോഷിക്കുന്നത്? ഉറപ്പായി നമ്മൾ ആഘോഷിച്ചിരിക്കണം. ശരി, നെക്സ്റ്റ് മന്ത് വി ഹാവ് 10 days ബ്രേക്ക്. ഗോവയിലേക്ക് പോകുന്നു. എന്തിന്? അടുത്ത വർഷം പോവാലോ. കാർത്തികേ, അവാർഡ് വാങ്ങി അത് സെലിബ്രേറ്റ് ചെയ്യണോടാ. ഉദാഹരണത്തിന് ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കേ. ശരി, ഓക്കെ. ബിരിയാണി, പടം, ബിരിയാണി, പടം. ലിക്കർ അടിച്ച് ബിരിയാണി കഴിച്ചിട്ട് പടത്തിന് പോയാലോ? നിങ്ങൾ അങ്ങ് പോയാ മതി. ഓക്കെ, ഐ വിൽ സ്പോൺസർ.
വാട്ട് ഈസ് ദിസ്? ഛേ, ഓ ഗോഡ്. ആ കുട്ടിയുടെ വണ്ടി ഡി, നിനക്കെന്താ കണ്ണുണ്ടോ? നോക്കി ഒന്നോടെ നിനക്കൊക്കെ ഓരോന്ന് ഇറങ്ങിക്കോളും കാലത്ത് തന്നെ. അയ്യോ കൊച്ചിന് മുട്ട പൊട്ടിയല്ലോ. ഒരുപാട് പൈസ ആവൂലേ? 50,000 ഇങ്ങെടുക്ക്. ഡേ, എന്താണ് നോക്കുന്നേ? ഉണ്ടക്കണ്ടിട്ട് ഉരുട്ടന്തോടി പൈസ ചോദിച്ചപ്പം നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവിടെ ഒരു ലോട്ടറി വണ്ടി കൊണ്ടുവന്ന് എന്റെ പുതിയ കാറാണ് നശിച്ചത്. നോക്ക് നോക്ക്. ഇവനാരാ? നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയേ. അവിടെ എന്തോന്ന് വൺ ബൈ കൂടി വന്ന് വണ്ടി കൊണ്ട് ഇടിച്ചതിന് നിങ്ങൾ വേണം കാശ് കൊടുക്കാൻ ഇപ്പോ. എന്തൊരു ഒൻപയാ ഇടാ, നമ്മളെന്തോ അറിയാതെ ഈ ബോർഡ് എപ്പോഴാ കൊണ്ടുവച്ചേ? ശരി ബ്രോ, ശരി ബ്രോ, എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരാതിയില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. പോലീസ് പറഞ്ഞതിന് വണ്ടി ഇറങ്ങി. വെയിറ്റ് വെയിറ്റ്, എവിടെ പറഞ്ഞേ? കാണിച്ചേ. ഭാഗ്യം, വലിയ മുറിവൊന്നുമില്ല. എന്റെ ഓഫീസ് തന്നെയാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഹലോ, ഇയാളുടെ പേര് കാർത്തിക് എന്നല്ലേ? ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ആണോ? ഇയാളുടെ പേരെന്താ? രമ്യ. സോറി, ഞാൻ ശ്രദ്ധിച്ചു കാണില്ല. അത് മാത്രമല്ല, പെൺകുട്ടികളോട് സംസാരിച്ച ഫ്രണ്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് കളിയാക്കും. കുഴപ്പമില്ലെന്നേ, ഇപ്പതേ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അല്ല, ഓഫീസിൽ പോകാൻ സമയമല്ലേ? എന്നാ പുറപ്പെട്ടാലോ? ഹോ യാ, നമുക്ക് പോവാം. താങ്ക്സ് കാർത്തിക്, താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്തിനാ ഫോർമാലിറ്റീസ്? ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ബൈ. ബൈ. ഹായ്, ഇതെന്ത് പറ്റിയതാടി? ചെറിയൊരു ആക്സിഡന്റ്. കാർത്തിക വന്ന് ഹെൽപ്പ് ചെയ്തത്. ഹീസ് എ നൈസ് ഗൈ, യു നോ. വെരി നൈസ് ഗൈ. കാർത്തിക് എങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു അവിടെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, എന്നാൽ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. അയ്യോ, അതെന്താടി? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എന്നെ കൊണ്ട് തോറ്റ്. എടി, കാർത്തിക് അക്സെപ്റ്റ് ചെയ്തു. എന്തോന്ന് ആക്സെപ്റ്റ് ചെയ്തു? ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആടി. ഓഹോ, 3 മാസം മുമ്പ് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്റെ എങ്ങനെയാടി അക്സെപ്റ്റ് ചെയ്തേ? ആ ദേഷ്യത്തിലാണ് നീ പറഞ്ഞത്. സൂക്ഷിക്കണേടി, ചിലപ്പോ ഫേക്ക് ഐഡി ആയിരിക്കും. ഇതില് കോമഡി എന്താന്ന് വെച്ചാൽ ഫേക്ക് ഐഡികൾക്ക് പോലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നേരെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു നോക്കിയേ. ഓക്കെ, കണ്ടു തന്നെ. കുമാരേട്ടാ, ചില്ലറ ഇല്ലല്ലോ മോളെ, നമ്മുടെ ഏരിയ തന്നെയല്ലേ, പിന്നെ വന്ന് മേടിച്ചോളാം. ഓക്കെ ശരി ഏട്ടാ. ശരി മോളെ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതും ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കൺഗ്രാറ്റുലേഷൻ കാർത്തിക്. എന്തിനാ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്? ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് വാങ്ങിയതിന്. ഓ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. US പോയി വർക്ക് ചെയ്യണം, അതാണ് ആഗ്രഹം. എന്താ മേ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ആരാടാ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെണ്ണ് തന്നെ അമ്മേ. എന്നാലേ അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്റെ അമ്മേ, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ വിളിക്കാം. ബൈ. ശരി മോനെ. അമ്മയുടെ അടുത്ത് എല്ലാം പറയാറുണ്ടോ? അച്ഛനില്ലാത്തോണ്ട്. ഓ സോറി. അതല്ല ഇവിടെ ഈയുടെ വീട്ടുകാര്യങ്ങളൊന്നും പറഞ്ഞ് കേക്കട്ടെ. അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? എന്നെ കെട്ടിച്ച് വീട്ടിൽ നിന്ന് വിടാൻ റെഡി ആയിട്ടിരിക്കുക. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇക്കാലത്തുള്ള പെൺകുട്ടികൾക്കെല്ലാം
ലക്ഷ്യങ്ങൾ ഒരുപാടാണ്. അച്ഛനും അമ്മയൊക്കെ അവരുടെ ആഗ്രഹം മനസ്സിലാക്കുക വേണ്ടത്. കുഴപ്പമില്ലല്ലോ, ആള് നല്ല മെച്ചുവേർഡ് ആണല്ലോ. സമയമായല്ലോ, പോയാലോ നമുക്ക്? ഇറ്റ്സ് എ ഫസ്റ്റ് മീറ്റ്. നമുക്കൊരു സെൽഫി എടുത്താലോ? എടുക്കാലോ. ഓക്കെ. രമ്യ, എവരിബഡി ഈസ് കോളിംഗ് ഇൻ ദ കോൺഫറൻസ് റൂം. എന്തിനാ? What? Happy birthday Ramya from a special one. Hey, ആരടാ സ്പെഷ്യൽ വൺ? സ്പെഷ്യൽ ഫ്രണ്ട്. ആരാ മോനെ ഇതയച്ചത്? അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ വരിക. എനിക്ക് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തന്നേക്കണേ. നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം. വാടാ പ്ലീസ് വാടാ. നല്ല കേക്ക് കണ്ടിട്ട് കൊതിയാകുന്നടാ. അല്ല എന്താടോ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ നമ്മൾ 3 പേരും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണല്ലോ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. എടാ ബർത്ത്ഡേ ആഘോഷിന്റെ ഹാപ്പി ബർത്ത്ഡേ കാർത്തികേ. നീ വിഷ് ചെയ്യ്, എന്നാലേ കേക്ക് കിട്ടൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അവൻ തന്നെ കേക്ക് വാങ്ങിയിട്ട് അവൻ തന്നെ വന്ന് വിഷ് ചെയ്യുന്ന കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. ആ ബർത്ത്ഡേ ഫോട്ടോ ആണോ? കാണിക്കടി. ഏയ് ഇങ്ങോട്ട് വാടി. ഏടി. ഓ ഇത് കൊള്ളാലോടി. നോക്കടി. അപ്പൊ അതാണ് കാര്യം. ഇതുവരെ ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കൺഫേം ആയി. സെൽഫി എടുത്ത ലവേഴ്സ് ആണോ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓ അപ്പൊ അവനാണല്ലേ നിന്റെ സ്പെഷ്യൽ വൺ. ഇപ്പോഴല്ലേ മനസ്സിലായ. നടക്കട്ടെ. എന്തേ? ഒരു കാര്യം നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. എന്താ? വേണ്ട, ഇവിടെ വെച്ച് വേണ്ട, ഗോവയിൽ വെച്ച് പറയാം. അതെ, ഇത് ഗോവയെന്നും കരുതിയാ മതി. ഗോവയിൽ വെച്ച് തന്നെ പറയാം. ഗോവയിൽ വെച്ച് തന്നെ പറയാം. രമ്യ രമ്യ ഒരു മിനിറ്റ്. സ്റ്റോപ്പ്. എന്താ പറ്റി സർ? അതിനുശേഷം തൻ്റെ ലൈഫിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. സാർ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജെനി കാർത്തിക്കിന് ഫോൺ ചെയ്തിരുന്നു. സർ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ തന്നെയാ, പക്ഷെ എൻ്റെ പേര് രമ്യ എന്നാണ്. എൻ്റെ സ്ഥാനത്ത് ആരാ സാറാ ജെനി? താൻ പറഞ്ഞതല്ല ഞാൻ കേട്ടല്ലോ, ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജെനി എന്ന് പറയുന്ന പെണ്ണ് കാർത്തിക്കിന് ഫോൺ ചെയ്തിരുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ പോവാം. ഇല്ല, കാർത്തിക്കിനെ വിളിക്കായിരുന്നു, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. നമുക്ക് കേറാം. വേഗം വാ. ഹായ്. ഷർമിള ജെന്നി, നീ വേഗം വാ. 1 മിനിറ്റ്. ഏയ് ജെന്നി, എന്താ ഇവിടെ നിൽക്കുന്നേ? സമയം ഒന്ന് വേഗം വാ. വേഗോട്ടെ, കേറ്. വാ.
ഹലോ ജെനി, ഞാൻ കാർത്തിയ. വാട്ട്സ് റോങ് വിത്ത് യു? നീ ഇത് എവിടെയുള്ളേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ നിനക്ക്? സ്വിച്ച് ഓഫ് എന്നാ കാണിക്കുന്നേ. എന്താ കാര്യം? നീ ഇപ്പൊ എവിടെയുള്ളേ? സോറി ജെനി, സോറി. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നടുകടലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താടാ? നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നോ? ജെനി, ഞാനൊരു വല്ലാത്ത മൂഡിലായിരുന്നു. അത് മാത്രമല്ല, എന്റെ ഫോണും മിസ്സായിപ്പോയി. 2 ദിവസം പുറത്തിറങ്ങാതെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. നിനക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഞാനിവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്തു എന്നറിയോ? സോറി ജെനി, നീ കരയാതെ പ്ലീസ്. പോടാ. നിന്റെ കൂടെ ഈ ട്രിപ്പില് എങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പോ ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുക ഞാൻ. ഐ മിസ് യു കാർത്തിക്. മിസ് യു ടു ജെനി. ജസ്റ്റ് വെയിറ്റ് ഫോർ 2 days. ഓക്കെ, ബൈ. സോറി ജെനി. അതിരിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വല്ലാതെ ഭയന്നുപോയി ഞാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരുപക്ഷെ സംഭവിച്ചു പോയിരുന്നെങ്കിൽ. എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ജെനി, ഒരാഴ്ച പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ലടാ കാർത്തിക്. I think I'm in love with you, Karthik. I love you too, Jenny. അതൊക്കെ ഇരിക്കട്ടെ. ഇയാള് ഗോവന്ന് എനിക്കെന്താ വാങ്ങിച്ചോണ്ട് വന്നേ? ഉണ്ടടാ, വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ. തരാടാ. ആണോ? എന്താ വാങ്ങിച്ചോണ്ട് വന്നേ? ലിക്കറാണോ? ഞാനിവിടെ റൊമാൻറ്റിക്കായി സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് കുടിക്കണോന്നുള്ള വിചാരം. ഒന്ന് ചുമ്മാ ഇരിക്കുന്നു. ഓക്കെ, ബൈ. ജെനി, എനിക്കെന്തോ കൊണ്ടുവന്നു പറഞ്ഞിട്ട്? ആ, അതെയല്ലേ. എന്താ നോക്കുന്നേ? അങ്ങോട്ട് നോക്കടാ. ഓ, സാധനം എങ്ങനെയുണ്ട്? ഇരിക്കട്ടെ. ജെനി. അതിരിക്കട്ടെ, ട്രീറ്റ് തരാൻ മാത്രം എന്താ? വിസ വല്ല അപ്രൂവൽ ആയിട്ടുണ്ടോ? അതൊക്കെ എന്തിനാ, സമയാവട്ടെന്നേ. അന്നേരം പറയാം ഞാൻ. ഇപ്പൊ കഴിക്കാൻ നോക്ക്. എന്റെ പൊന്നളി ഇപ്പൊ വേണ്ട. രാവുകാലം യമകണ്ഠകാലം ഒരുമിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞാവാം. ഹായ് ഇന്ന ഇത് കഴിച്ചു. റീസൺ പോലും അറിയാതെ എങ്ങനെയാടാ കഴിക്കുക? ഒരു സുഖവും ഇല്ലടാ. വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ, അത് കഴുകി. അങ്ങോട്ട് നോക്കിക്കേ. ആളും തരവും നോക്കാതെ വാരി വലിച്ച് കഴിക്കുന്ന കണ്ടോ? ഇങ്ങനെ വേണം പെണ്ണുങ്ങളായ. നീ ഇവരെ കണ്ട് വേണം പഠിക്കാൻ. സമൂസ അടിപൊളി. നേരോ ഇപ്പൊ ഈ രുചിയാണെങ്കിൽ സമൂസ ഉണ്ടാക്കിയപ്പോൾ എന്ത് രുചിയായിരിക്കും? ആരും അറിയാതെ സൈലന്റ് ആയിട്ട് ട്രീറ്റ് കൊടുക്കുവാന്ന് കേട്ടല്ലോ ഞാൻ. എന്ത് ചെയ്യാനാ സാറേ? ഓസി തിന്നുന്ന സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ മണം പിടിച്ചിങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യാനാ? ചേട്ടാ, ഇത് കാർത്തിക് തന്നതാ. ശരി മോളെ. ഷർമി, എന്തിനാ ട്രീറ്റ് വന്നതെന്ന് റീസൺ എന്തേലും പറഞ്ഞോ കാർത്തിക്? എന്തോ സസ്പെൻസ് ആണെന്നാ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ട്രീറ്റ് കൊടുക്കാന്ന് വിചാരിച്ചേ. ഇന്നാ കാർത്തിക് ആയിട്ട് തന്നെ ട്രീറ്റ് വന്നു അല്ലേ? എന്താ, രണ്ടുപേരോ? അതേടി, വി ഗോട്ട് കമ്മിറ്റഡ്. വാവ്, സൂപ്പർ ഡി. ഹേ ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞോളാം. അതുവരെ കീപ് ഇറ്റ് യുവർ സെൽഫ്. കൺഗ്രാറ്റ്സ് ഡി. താങ്ക്സ്.
ഷർമി, ഇന്ന് കാർത്തിക് ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താടി, എന്തു പറ്റി? ഒന്നുമില്ല, ഓഫീസിൽ വന്നാ പറയണേ. എന്താ മോളെ? അതല്ല അമ്മ, കാർത്തിക്കിനെ കാണുന്നില്ല. സാർ എന്തായി പറയുന്നത്? എന്റെ കഥ എന്നോട് തന്നെ പറയുവാണോ? കാർത്തിക്കിന് എന്താ പറ്റി സാർ? ആരാണ് സാർ ആ ജെനി? Stay here. കാർത്തിക്കിനെ കണ്ടോ സാർ? എവിടെ സാർ എന്റെ കാർത്തിക്? കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ, അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വെറും ഒരു കംപ്ലൈന്റാ. എനിക്ക് അവൻ എന്റെ ജീവിതമാണ്. കാർത്തിക് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. പ്ലീസ് സാർ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. പ്ലീസ് സാർ, ദയവ് ചെയ്ത് അവനെ കണ്ടുപിടിച്ചു തരണം പ്ലീസ്. ആരാ സാർ ആ പെണ്ണ്? എന്റെ ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡാന്ന് പറയുന്നത്? എന്താ സാർ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ഇതുവരെ ഇത് മിസ്സിംഗ് കേസാന്നാ കരുതിയിരുന്നത്. ഇപ്പോ ഇത് ചീറ്റിംഗ് കേസായി. സാർ, എടാ ഞാൻ പിന്നെ വിളിക്കാം. ഈ ജേർണലിസ്റ്റ് ജയകാന്തിന് പുതിയൊരു കേസ് കിട്ടിയിട്ടുണ്ട് പോനെ. ഹലോ, അപ്പോഴേക്കും അവൻ ഫോൺ വെച്ചോ? ശരി, ഞാൻ നിനക്കൊരു നമ്പർ അയച്ചു തന്നില്ലേ? അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. ശരി, ഓക്കെ. പോലീസ് ഇൻവെസ്റ്റിഗേഷന് വന്നതാ. സ്റ്റേ ഹിയർ. I agree. Already we are waited for a long time. It should be accurate. Say standing report is not an issue. I will call you. Okay. Hello. Who are you? What are you doing here? ആരാ നിങ്ങൾ അകത്തേക്ക് കയറ്റിവിട്ടത്? കൂൾ. ACP വിജയപ്രകാശ്, ക്രൈം ബ്രാഞ്ച്. നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് കാർത്തിക്കിൻ്റെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ആളെ കാണുന്നില്ല. എനി ഐഡിയ? So what? It is unofficial and their personal matter. നിങ്ങളുടെ മറ്റൊരു സ്റ്റാഫ് രമ്യ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. ഈ ചീറ്റിംഗ് കേസിൻ്റെ പ്ലോട്ട് തന്നെ ഈ ഓഫീസാ. I need to see the details of Karthik and his team members. Hello, mister. It's an international company. We have lot of procedures and formalities. പെട്ടെന്ന് വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ചോദ്യം ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടോ? Go and get it. ഇവനോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പന്നം വിളിക്കണവരെ.
വന്നതിന് ശേഷം ഓട്ടം കുറഞ്ഞിട്ടുണ്ടേ. ഓട്ടം വളരെ കുറവാന്നേ. പറയൂ സാറേ. ഇവരെ പരിചയമുണ്ടോ? അറിയാം സാറേ, ആ കൊച്ച് ഈ വീട്ടിലാണ് താമസിച്ചിരുന്നേ. ഇവനെയോ? ആ കണ്ടിട്ടുണ്ട് സാർ. ആ കൊച്ചിനെ ഓട്ടോയിൽ പാർക്കിൽ ഇറക്കിയിട്ടപ്പോ അന്നേരം ഞാൻ കണ്ടതാ സാറേ. CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് കാണണം. സാർ, എല്ലായിടവും ചെക്ക് ചെയ്തു സാർ. അവനെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല സാർ. ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ. അവൻ കറക്റ്റ് പ്ലാനിങ്ങിലാ. യെസ് സാർ. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. നമ്മൾ പേപ്പറിൽ മിസ്സിംഗ് എന്നൊരു ആഡ് കൊടുത്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല സാർ? പ്രധാന വാർത്തകൾ. പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വഞ്ചിച്ച കാർത്തിക് എന്ന യുവാവിനെ തിരക്കിയുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ചുള്ള യാതൊരു വിവരവും കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ കാർത്തിക്കിന്റെ ഫോട്ടോകൾ നഗരത്തിലെ വിവിധയിടങ്ങളിലായി പ്രദർശിപ്പിച്ച അന്വേഷണം ഊർജിതമാക്കുകയാണ്. കൂടാതെ പോലീസ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു. എന്താടോ, ഈ മിസ്സിംഗ് കേസിന് ഒരു കോള് പോലും വന്നില്ലല്ലോ. ഹലോ സാർ, ആ ഫോൺ ചെയ്ത ആൾ വന്നിട്ടുണ്ട്. ഇങ്ങ് വാ. ഈശ്വര, ഇവനെ എനിക്കറിയാം സാർ. എന്തറിയാം? ഞാനും ഇവനും കുഞ്ഞുനാൾ തൊട്ടേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്ത്? കുഞ്ഞുനാൾ തൊട്ടോ? നിങ്ങൾക്കൊരു 50 വയസ്സിൽ കൂടുതലുണ്ടാവുമല്ലോ. അവൻ ചെറിയ പയ്യനല്ലേ? സത്യ സാറേ ഞാൻ പറഞ്ഞേ, അവൻ മരിച്ചു പോയതാ സാറേ. ഇയാൾ എന്തായി പറയുന്നത്? സാർ ഞാൻ പറയുന്നത് സത്യ സാറേ. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. എന്നെ വിട്, അവൻ കാർത്തിക് അല്ല, കൃഷ്ണമൂർത്തിയാ സാറേ. എന്നെ വിടാനാ പറഞ്ഞത്. എനിക്കറിയാം അവനെ. അവൻ എന്നോട് പഠിച്ചതാ, എന്റെ കൂട്ടുകാരനാ. എന്നെ വിട് സാറേ, ഞാൻ പറയുന്നത് സത്യ സാറേ. എന്നെ വിശ്വസിക്കുക സാറേ. സാറേ എന്നെ വിട് സാറേ, ഞാൻ പറയുന്നത് സത്യമാ സാറേ. എന്നെ വിട് സാറേ. സാറേ സർ, എന്താ ഇവിടെ നടക്കുന്നത്? കംപ്ലൈന്റ് കൊടുത്തിട്ട് 6 മാസമായി. നിങ്ങളായിട്ട് കണ്ടുപിടിക്കുന്നു വിചാരിച്ചപ്പോ മിസ്സിംഗ് ആഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. എന്റെ ഹസ്ബൻഡിനെ പറ്റി ഇല്ലാതൊക്കെ കേൾക്കുന്നു. എന്താ സർ ഇതിന്റെയൊക്കെ അർത്ഥം? താൻ വിചാരിക്കുന്ന പോലെ അവനത്ര നല്ലവരൊന്നുമല്ല. 1 നമ്പർ ഫ്രോഡാ. സർ, സ്റ്റോപ്പ് ഇറ്റ് സർ. നിങ്ങളെ കൊണ്ട് എന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. സർ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സാ സർ. സർ, ഇതേപോലെ ഒരു കേസ് ഹസ്ബൻഡ് മിസ്സിംഗ് ആണെന്ന് ഹൈദരാബാദിൽ ഫയലായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലാ സാറേ ഇത്.
സാറേ നമ്മുടെ സ്റ്റേഷനിൽ ഒരു വയസ്സൻ വന്നിരുന്നില്ലേ? വയസ്സനോ? അതെ സാറേ, കാർത്തികൻ അറിയാന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു മെന്റൽ. ആ, അയാളെ ആരോ ക്രൂരമായി കൊന്നു കളഞ്ഞു സാർ. വാട്ട്? സാർ, ഇത് വളരെ ക്രൂരമായി പോയി. എങ്ങനെയായിരിക്കും ഇയാൾ മരിച്ചത്? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ സാർ, എന്ന് പറഞ്ഞിരുന്നു. കാണാൻ നിൽക്കുക. ഇവിടെ മാറോ. സാറേ അതെ, വഴിമാറ് വഴിമാറ്. കുറച്ചങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറിയില്ലേ? ആ, മാറി നിൽക്കോ, അങ്ങോട്ട് മാറി നിൽക്കാം. ഒന്ന് മനസ്സിലാവില്ലേ, അങ്ങോട്ട് മാറി നിൽക്കേ. നിങ്ങളോടല്ലേ പറയുന്നത്, ഒന്ന് ഇറങ്ങി നിൽക്ക്. ചെല്ല്. ഇവിടെ അന്വേഷിച്ചതിൽ പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടിയിട്ടില്ല സാർ. മാറിക്കേ. സർ, ഒരു അങ്ങോട്ട് മാറ്. മാറിക്കേ. അങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് മാറിക്കാൻ ഞാനേ കണ്ടുള്ളൂ. മാറ്റോ സാറേ, മരിച്ചുപോയ ഗോപാലിന്റെ പെട്ടിയാ സാറേ. ഓപ്പൺ ചെയ്യും. ഓക്കെ സാർ. ഓൺ ലൈറ്റ്സ്. സർ. വേണുഗോപാലിന്റെ പെട്ടിയിലെ കാർത്തിക്കിന്റെ ഫോട്ടോയോ? നമുക്ക് തെറ്റുപറ്റി സാർ. അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേ ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലേ സാറേ? ഒരു പക്ഷേ ആ വയസ്സൻ പറഞ്ഞ കൃഷ്ണമൂർത്തി ആയിരിക്കുമോ നമ്മൾ അന്വേഷിക്കുന്ന ആ കാർത്തിക്? അവൻ കാർത്തിക്കല്ല സാറേ, കൃഷ്ണമൂർത്തിയാ. ഞാൻ സത്യം പറയുന്നത്. കൃഷ്ണമൂർത്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാർത്തികാരാ? സാറേ, ഒരുപക്ഷെ കൃഷ്ണമൂർത്തിയുടെ ആത്മാവായിരിക്കുമോ കാർത്തിക്കിന്റെ രൂപത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? ഉണ്ടായിരിക്കടോ, പ്രേതവും പിശാചും. കുമാർ സർ, ആ ഫോട്ടോയിൽ ഏതോ സ്റ്റുഡിയോയുടെ പേരുണ്ടായിരുന്നില്ലേ, അത് അന്വേഷിക്കേ. ഓക്കെ സാർ. ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായ കൊലപാതകത്തെ തുടർന്ന് ജനങ്ങൾ ഭീതിയിലാണ്ടിരിക്കുകയാണ്. വേണുഗോപാൽ എന്ന വൃദ്ധനെയാണ് ആരോ ക്രൂരമായി കൊന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇതിന് പിന്നിൽ മനുഷ്യനല്ല, അമാനുഷികമായ എന്തോ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് വേണുഗോപാലിന്റെ പെട്ടിയിൽ പോലീസ് അന്വേഷിക്കുന്ന കാർത്തികിന്റെ ഫോട്ടോ കണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരിച്ചുപോയ വേണുഗോപാൽ അത് തന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണെന്ന് പറഞ്ഞതായും ആശുപത്രിക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലീസ് അന്വേഷിക്കുന്ന കാർത്തിക്കാണോ വേണുഗോപാലിന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണോ? ഈ വേണുഗോപാലിനെ കൊന്നതും 3 പെണ്ണുങ്ങളെ പറ്റിച്ചതും ഈ കൃഷ്ണമൂർത്തി. ഓക്കെ സാർ, പറഞ്ഞോളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ കാർത്തിക്കല്ല സാറേ, കൃഷ്ണമൂർത്തിയാ. ഞാൻ സത്യം പറയുന്നത്. എന്നാൽ ഈ കൊലപാതകം ചെയ്തത് സാധാരണ മനുഷ്യരല്ലെന്നും അമാനുഷികമായ എന്തോ ആണെന്നുള്ളതാണെന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. ഈ വേണുഗോപാലിനെ കൊന്നതും 3 പെണ്ണുങ്ങളെ പറ്റിച്ചതും കൃഷ്ണമൂർത്തി പ്രേതമായി വന്ന് കാർത്തികിന്റെ ശരീരത്തിൽ കടന്നുകൂടി ചെയ്തു കൂട്ടിയതെന്നാണ് സംശയം.
സാർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാർത്തികിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സാർ. സാറേ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികനെ ഞാൻ കണ്ടു സാർ. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സാർ. സാർ, സാർ, അവൻ എഴുന്നേൽക്കുന്നു സാർ. അവൻ എന്നെ തുറച്ചു നോക്കുന്നു സാർ. എനിക്കത് പേടിയാവുന്നു സാർ. അവൻ 10 കിലോമീറ്ററിൽ കൂടുതൽ പോയി കാണില്ല. പോലീസ് സ്റ്റേഷനിലും ചെക്ക് പോസ്റ്റിലെല്ലാം അലർട്ട് ചെയ്തേക്ക്. യെസ് സാർ. ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം അവനെക്കുറിച്ചൊരു വിവരം കിട്ടുന്നത്. വിടരുത് അവനെ. ഡ്രൈവർ, ഇപ്പോ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി പോയോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല സാർ. അതെ സാറേ, ഇപ്പോഴാ 10 മിനിറ്റ് മുമ്പ് ഒരു ക്യാബ് പോയത്. ഏത് ഭാഗത്തേക്കാ പോയത്? അശോക് നഗർ വരുമെന്ന് ചോദിച്ചു. റേറ്റ് പറ്റാത്തതുകൊണ്ട് വേറെ ക്യാബിൽ പോയി. പവൻ, യെസ് സാർ. ആ ക്യാബിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഓക്കെ സാർ. സർ സർ, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത് ഓല ക്യാബാത്രേ. വണ്ടി നമ്പർ TN09EC1522. ക്യാബ് പുറപ്പെട്ട ഏതാനും നിമിഷങ്ങളായിട്ടേ ഉള്ളൂ. ബുക്കിംഗ് നെയിം കാർത്തിക് നാ സാറേ. സാറേ, എന്താ ചെയ്യാ? ആ വണ്ടിയല്ലേ? അതെ, അത് തന്നെ സാറേ. ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്. അവൻ വരട്ടെ, എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ. ചുമ്മാ അങ്ങ് കാല് വെട്ടിക്കളയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒരു സത്യം ഞാൻ പറയാം, വാസുവിനെ പേടിച്ചിട്ടാ അവന്മാരിവിടെ വന്ന് തുള്ളിയത്. അതെനിക്ക് നിശ്ചയമാ. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. രണ്ടും കൽപ്പിച്ച് ഒരുമ്പിട്ട് തന്നെ അവന്മാര് ഇറങ്ങിയിരിക്കുന്നത്. വാസുവിനൊരു കത്തെഴുതിയാലോ, ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. അതെന്ത് മര്യാദയാടി? തന്തയും തള്ളെ ആരെന്നറിയാതെ ചെറുപ്രായത്തിലെ നമ്മോട് കൂടെ കൂടിയവനവൻ. ഈ മണ്ണിൽ എന്തെങ്കിലും വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കൂടെ വിയർപ്പ് വീണിട്ടാ. നമ്മുടെ കൂടെ ആവശ്യത്തിനാ അവൻ ജയിലിൽ പോയത്. കവളപ്പാറത്തോട്ടത്തിൽ തുരിശടിക്കാൻ നിന്ന അമ്മാവനെ പ്രായം പോലും നോക്കാതെ ചാറ്റമഴയത്തിട്ട് വർക്കിംഗ് കൂട്ടരും ചവിട്ടി മതിച്ചപ്പോ വാസുവേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിക്കാൻ. വർക്കിയുടെ 4 വിരലും കാൽപാദവും വെട്ടിവീഴ്ത്തിട്ടാ അവൻ അമ്മാവനെയും ചുവന്ന് 8 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിയത്. അതുകൊണ്ടാ നടക്കാൻ വയ്യെങ്കിലും ജീവനോട് ആളെ തിരിച്ചു കിട്ടിയത്. അങ്ങനെയുള്ളവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് എഴുതുകയെ. നന്ദികേടാത് ഭഗവതി പൊറുക്കില്ല. പഴംപുരാണം പറഞ്ഞോണ്ടിരുന്നു. ഈ മുറ്റത്ത് ചോര വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. പ്രായം തികഞ്ഞേക്കുന്ന ഒരു പെണ്ണാ നമുക്കുള്ളത്. വെട്ടും കുത്തും ശവം കഴിഞ്ഞ് കെട്ടിച്ചു വിടാൻ ആര് ബാക്കിയുണ്ടാവുന്ന ആർക്കറിയാം. നല്ല ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനൊരു കത്തെഴുതും. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോ വരണ്ടെന്ന് കത്തെഴുതാനോ? അത് വേണ്ട, അത് നന്ദികേട് തന്നെയാ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക. ഒഴിഞ്ഞു പോവേ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. പറയാൻ എളുപ്പമാ. കാലിന് സുഖമില്ലാത്ത അമ്മാവനെയും കെട്ടുപ്രായമായ പെണ്ണിനെയും ഈ അസുഖക്കാരിയും കൊണ്ട്. പരമു, പൂവമ്പാറയിലെ ജോസൂട്ടി ഈ പറമ്പിനും വീടിനും വില പറഞ്ഞല്ലേ 2 or 3 കുറഞ്ഞാലും അവൻ കൊടുത്തേക്ക. കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ആ വസ്തു ബ്രോക്കർ വല്ലഭം പറഞ്ഞ ഓർമ്മയില്ലേ? ഇവിടെ മിറ്റേച്ചങ്ങ് വാളയാറിലേക്ക് വാ, നല്ല ഒന്നാന്തരം തെങ്ങും തോപ്പും വീടും തരപ്പെടുത്തി തരാമെന്ന്. അങ്ങോട്ട് ഉടനെ വരുന്നു പറഞ്ഞ് വല്ലഭൻ ഒരു കാർഡിടുക. വാസു ഇങ്ങെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നിരിക്കണം. ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകുന്നത് കാണാൻ എനിക്കും വയ്യ. പൊട്ടുന്ന സാധനങ്ങളാണ്, സൂക്ഷിച്ചോണ്ടേ. എന്നാത്തിന്? ഒന്ന് കുനിയടി. എന്നാ ആകെ ഉള്ളത് വിറ്റ് പെറുക്കി കിട്ടിയ സമ്പാദ്യമായി ഈ ചാക്കിനകത്ത്. ഒരു ഈച്ചയ്ക്ക് പോലും സംശയം തോന്നരുത്. ആര് ചോദിച്ചാലും പച്ചക്കറിയാന്നേ പറയാം. ചെടിയെ മല പറഞ്ഞ് പണം തട്ടുന്ന കാലപാടിയത്. 100ാം പ്രാവശ്യം മുത്തശ്ശനിത് പറയുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലാ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്നു. എന്താ ഇത്? വേദനിക്കാതെടോ, ഇതെന്റെ മടിയിൽ തന്നെ ഇരുന്നോട്ടെ.
എന്നെ ഈ ചാക്കോട് കൊടുത്താണ് ഇയാളെ ബസ്സിനകത്തോട്ട് കയറ്റിയാൽ മതി. എന്തിനാ കഴുത്തെ ലോക്കറിന് വരും ചാക്കിട്ട്? എടോ സ്വർണ്ണക്കട്ടി വില ഇതിനകത്ത് 15 ലക്ഷം രൂപയും വല്ല. കുറച്ച് പച്ചക്കറികളാ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? ജോഡി മക്കളെ കരാറ് പറഞ്ഞ് ഉറപ്പിച്ചല്ലോടൂ. എന്നെ ഈ കസര കൂടത്തിന് എടുത്ത് ബസ്സിലോട്ട് കയറ്റടൂ. അങ്ങനെ പോട്ടെ. ചിലർ വിചാരിക്കും ഇതിനകത്ത് 15 ലക്ഷം രൂപ ഉണ്ടെന്ന്. ഇത് കുറച്ച് വാഴക്കന്നാ. ഇതിനകത്ത് കാശാന്ന് നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. ഷാരടയും ദിനേശനും ഒരിടം വരെ പോയിരിക്കാം. അവരോട് വന്നിട്ട് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അതൊരു അകത്തോട്ടിരിക്കാം. വേണ്ട വല്ലവ, വന്ന കാര്യം പുറത്ത് പറയാനുള്ളതാ. നീ പറഞ്ഞു. വേണ്ടോ, താൻ തന്നെ പറ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. ആർക്കും വേണ്ടാത്ത ആ ഭാർഗവി നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാ ഇത്. മറ്റവന്മാർക്ക് ഞങ്ങൾ വേറെ കൊടുത്തോളാം. വല്ലഭ ഇത്രയും ബഹുമാനമൊന്നും വേണ്ട. ബഹുമാനിച്ചതല്ലടാ, പിന്നെ വീട് വാങ്ങാൻ വന്നവർ എന്റെ പുറത്ത് കാര്യം പറഞ്ഞിട്ട് പോയതാ. നീ എന്തായി പറയുന്നേ? മലയാളം കോഡ് ഭാഷ. ആ ഭാർഗവ നിലയം അവർക്ക് വേണ്ടാന്ന്. ഭാർഗവി നിലയാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? മറ്റാരുമായിട്ട് ഇടപെടാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. സത്യം പറ, നീ അവരോട് പറഞ്ഞോ? ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടെന്ന് അവര് പറഞ്ഞപ്പ ഇന്നലെ വൈകിട്ട് അവര് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേ ഇയാളെ കൊണ്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിനക്കറിയാലോ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ. മച്ചിടിഞ്ഞ് വീണാണ് മുത്തശ്ശൻ മരിച്ചതെന്നും കിണറിന്റെ കയറ് തൂങ്ങിയാണ് മുത്തശ്ശൻ മരിച്ചതെന്നും പിന്നെ വീടിന്റെ പേര് ഭാർഗവി നിലയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഇങ്ങനെ ധാരെ ഒഴിച്ചു തന്നോണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയില്ലേ? കത്തിമൂർച്ച കൂട്ടാനുണ്ടോ? നമ്മുടെ 2 കത്തിമൂർച്ച കൂട്ടാനില്ലേ? കത്തിയോടെ കുത്തിക്കൊല്ല്. എങ്ങോട്ടാ പോയത്? കത്തിമൂർച്ച കൂട്ടുന്ന ആളാണ് മറ്റോരെങ്ങോട്ടാ പോയതെന്ന് അവരിവിടുന്ന് പടി ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടോ വിടണേ. അതെ, ഇതിന്റെ കൂടെ കടിക്കാൻ എന്തോ അടുത്ത വീട്ടിലെ പട്ടിയുണ്ട്. മാറങ്ങട്. രാംഭവന്റെ കാലത്തെ ടിവിയാ. ഇതൊന്ന് മാറ്റി കളർ ടി വി ആക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി. എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണായിരുന്നു. അതെങ്ങനെ? ലാഭമുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ അവരുടെ ശരീരം നന്നാവാത്ത അസൂയ പുരുഷ ലക്ഷണമല്ല. നീ അത് ഓൺ ചെയ്തേ. നീ അങ്ങനെ കാണണ്ട. നീ അത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. ഞാൻ കാണുന്നില്ല. സമാധാനായില്ലേ? നീ അങ്ങനെ കാറ്റ് കൊള്ളണ്ട. നീ എന്തിനാ ഈ തുണിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത്? നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകണ്ട? യാത്ര പോകണ്ട് നമ്മളല്ല, നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭ. നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഇതിലുണ്ട്. പിടി. ദിനേശ, എന്തോ നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശരി, നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര കാലായി? 5-6 മാസമായിട്ട്. 5-6 മാസമല്ല, ഇക്കഴിഞ്ഞ 13 ആയപ്പോ 8 മാസം. മാസങ്ങൾ പോണത് അറിയില്ലട്ടാ. ആണല്ലേ? എടാ, ഒരു മുറുക്കാൻകടയുടെ മുന്നില് വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക വല്ലഭൻ ഇടുക്കി എന്ന് ചുണ്ണാമ്പിൽ എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടകയ്ക്ക് എടുത്ത് ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ? അത് പിന്നെ ഷാരടിയുടെ വീട് വിറ്റ് തരാൻ. അതിനുവേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും. സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ചൊരു വാക്ക്. അല്ല, അത് ഞാൻ ചോദിക്കാൻ നാവ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ലേ. നീ കൂടുതൽ നാക്കൊന്നും പുറത്തേക്കിട്ട് ബുദ്ധിമുട്ടണ്ട. പോവാൻ നോക്കടാ. എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഞാനിത് കച്ചവടാക്കിക്കോളാം. ദിനേശ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാം വല്ലഭ. കഴിഞ്ഞ 2 മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ തീയ. അപ്പൊ എന്റെ മനസ്സിൽ തീയില്ലേ? ഉണ്ടെങ്കിൽ വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയടാ. ഇപ്പൊ പറഞ്ഞ 2 ദിവസത്തിനുള്ളെങ്കിലും വരും. അതായത് ദിനേശ, എന്തൊരു ചൂട്. നീ സീരിയസ് ആണല്ലേ? വളരെ സീരിയസാ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നത്തേക്കുമായിട്ട്. പിന്നെ പോകുമ്പോ നിന്റെ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോകാൻ മറക്കണ്ടേ? വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടിരുന്ന മഹാലക്ഷ്മിയാണ് നീ പുറകാലിനെ ചവിട്ടി പുറത്താക്കണെന്ന് ഓർത്തോ? പക്ഷെ മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു തെറ്റൂല വല്ലഭ. നീ പോവാൻ നോക്കടാ. പോകൂടാ. അതെ, ഈ രാത്രി തന്നെ പോണ. ഓടിച്ചിട്ട് പിടിച്ച് വിക്ക തട്ടിയെടുക്കണ കാലോണേ. ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിട്ട് രാവിലെ പൊക്കോളാടാ. രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിന് എന്നോട് യാത്ര പോലും പറയാൻ നിൽക്കണം. പുറത്താണ്. ഫാൻ കൊള്ളാം.
എന്താടാ ഫാൻ ഓൺ? ആ വേണ്ട. വേണ്ട. TV ഓൺ? പോടാ പുറത്ത്. വേണ്ട. വൃക്ക നോക്കിക്കോടാ പന്നി. എന്റെ ദൈവമേ. ദിനേശ, ദിനേശ, ഗുഡ് മോർണിംഗ്. നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. നാളെ രാവിലെ കാപ്പി വരാൻ ഞാൻ വേണ്ടല്ല. മേലെ ഇറക്കാതെ പോവല്ലവാ. അങ്ങനെ ഇപ്പൊ ഈ കാപ്പി കുടിക്കണ്ട. രാവിലെ കാപ്പി സോപ്പിടാൻ വന്നിരിക്കുന്നു. ഈശ്വരന്മാര് വീണ്ടും തല്ലാൻ വരികയാണോ? എന്താ തല്ലിയത് മതിയായില്ലേ? പരമു ചേട്ടൻ നല്ല ആളാ. ബസ് സ്റ്റാൻഡിൽ വരാൻ കാറിട്ടിട്ട് കണ്ടതേ ഇല്ല. തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്. അയ്യോ, കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. ആ, അപ്പൊ അതാ കാര്യം. വല്ലഭൻ ഈ നാട്ടിലില്ലേന്ന് ഞങ്ങൾ ശങ്കിച്ചു. അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അല്ല, ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി. മുത്തച്ഛ, ഇങ്ങോട്ട് പറഞ്ഞേ, കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ. നല്ല ബിസിനസ് ആണെന്നാ കേട്ടെ. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണ് നീ ശരിപ്പെടുത്തി തരണം. പെട്ടെന്നൊരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും. നീ രാവിലെ ചായ കുടിക്കാതെ ഇങ്ങോട്ട് പിടിച്ചേ. ആ ബാഗ് ദിനേശൻ വല്ലഭന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും. പാചകം ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടം. അല്ലടാ, പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ മനസ്സാണേ. കുടിച്ചു കഴിഞ്ഞോ? ഇപ്പൊ വരാേ. എന്താ വല്ലു? അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്. മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. മഹാലക്ഷ്മി കുടുംബം? എടാ, അത് പരമുച്ചാട്ടൻ കുടുംബമല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ. ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത്. പക്ഷെ എനിക്ക് അവര് മൂദേവിയാ. നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ആ വീടും പറമ്പും വിറ്റിട്ട് അതിന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ? അവർക്ക് വേണ്ടത് ഒരു വീട്, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട്. അത് നടക്കില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇത് കാലല്ല, എന്റെ കൈയാണ്. വിട്ടു വിട്ടു, എനിക്ക് അവരെ കൊണ്ട് പോകണം. എങ്ങോട്ട്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എന്താ പ്രശ്നം? അല്ല, അത് പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ. അതൊരു ഗൾഫുകാരന് കൊടുക്കാൻ ഇവൻ ഏറ്റവും പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്നും വിടല്ലേ പോ. ഞങ്ങൾക്കാ ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം. വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയത് തന്നെ വല്ലഭനെ വിശ്വസിച്ചു. അല്ല, അത് പിന്നെ ഒരു പിന്നെ ഇല്ല. അമ്മാവന് കുടുംബമാണോ നമുക്ക് വലുത്? അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷ് ആയി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്. ചെല്ല് ചെല്ല്. അല്ല, അമ്മ ചായ കുടിക്കുന്നില്ല. ചായ കുടിക്കട കള്ള. ശരിയാ, വാതിൽ കിടക്കാൻ പ്രയാസമാവും ഈ കസേരയും കൊണ്ട്. വീട് കാണാനാ ഷാരടിച്ചേട്ടാ? വരൂ വരൂ, ധാരാളം കാണാമല്ലോ. വീടിന്റെ ഓണറാ ഷാരടിച്ചേട്ടന്നാ പേര്. ഷാരടിച്ചേട്ടാ, ഞങ്ങൾ വീടൊന്ന് കയറി കാണുകയാണേ. അമ്മാവനോട്ടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ, എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാറ്റ് എടുത്തുതരാം. ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചമക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കട്ടെ മുത്തച്ഛ? വേണ്ട, അതിന് അതേ തന്നെ ഇതോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്. 1836. അത് സൈസാണ്. വീടിന്റെ വിസ്തീർണം. ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്ന കിച്ചൺ. എല്ലാം കാണാം. എന്താട്ടെ? ആ പിന്നെ മുമ്പ് ഇവിടെ നിന്നാണ് മച്ചു മുത്തശ്ശന്റെ തല വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈവച്ച് തടുത്ത് നിർത്തി. എന്നിട്ട് ഒന്നില്ല, പിന്നെ ഒന്നില്ല, തീർന്ന് എല്ലാം പോയി ഫിനിഷ്. പിന്നെ ഈ വീടിന്റെ നാട്ടുകാർ വിളിക്കുന്നത് ഭാർഗവീ നിലയം. അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവീ നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. അതായത് ഈ ഭാർഗവീ നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോള, ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീർ ഷീലൊക്കെ എവിടെ ഇരുന്നാണ് അഭിനയിച്ചത്?
പിന്നെ താമസം എന്താ വരുവാന്നുള്ള പാട്ട് നാസിർ സാർ എല്ലാ ബാത്റൂമിൽ ഇരുന്നല്ലേ പാടിയത്. ബാത്റൂമിലോ? നേരത്തെ അത് ബെഡ്റൂം ഇനി കിണർ കാണാം, കിണർ കാണാം. വാ, വാ. സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ പമ്പ്, കിർലോസ്കർ പമ്പേ. വാ 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 അമ്മാവാ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. മുത്തശ്ശി കയറയില്ലാത്ത അതെ, മുത്തശ്ശി ഈ കയറല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അതിനിവിടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ. അത് മുത്തശ്ശിയുടെ ഒരു ഹോബിയാ. അല്ലെങ്കിൽ ഈ പൈപ്പിന്നൊക്കെ പറഞ്ഞ ഒരു അന്ധവിശ്വാസമല്ലേ? അയ്യോ, അവൻ അങ്ങനെ വിളിക്കല്ലേ പാവം. അതെ അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാനുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് NH48 ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കുക, മന്ത്രിയുടെ ഒപ്പിട്ടാ മാത്രം മതി. റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. അത് മാത്രോ? വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം. എയർപോർട്ടോ? ആ, നമ്മുടെ വീടിന്റെ പുറകില് അര വെറലോ നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോകാൻ പരമേട്ടന് ഒരു 1/2 മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ, മാത്രോ സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ? മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളാക്കണം കേട്ടാ. ഒപ്പിച്ചോണ്ടെന്ന് എവിടെ? ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നവർ ഒരു തുള്ളി പോലെ അടിച്ചു പോരുന്നു. മനസ്സിലായി? നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കടാ. നിന്നോട് കൂടിയാ ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്നു പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പോഴേക്കും ചൂടാവും. എങ്ങനെ ഉണ്ടാ? എനിക്കിഷ്ടായി. വലിയ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി നിനക്കോടി പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗത്തിന് വരുമ്പോ വലിയ വാടകയൊന്നും ചോദിക്കരുത് അച്ഛാ. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ഈവറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണി കൊടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലമാ. അവിടെ നിന്ന് മണ്ണെടുത്ത് വായിലിട്ടിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായും നാടൻ സ്പിരിറ്റും സമം ചേർത്തതിന്റെ സ്വാദ്. ഒരു 50 വർഷത്തിനിപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളക്കൂറും പശപച്ചപ്പും. അതെ, വില എന്തോ പറഞ്ഞു? 22 ലക്ഷത്തില് നയാ പൈസ കുറയില്ല. അത് ലേശം കൂടുതലാ, കുറച്ച് കുറയണം. ന്യായമായ വിലയാണെങ്കിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഒരു മിനിറ്റ് പോരാട്ടോ. ബലം പിടിച്ച് അവര് പോകും. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? കുറച്ച് കുറക്കണം. ദിനേശൻ അറിയാതെ വൈകുന്നേരം ഒരു ഫുൾ ബോട്ടിൽ നാഗാറാം ഞാൻ മേടിച്ചു തരാം. വാക്കാണോ? ഈ നാക്ക് കൊണ്ട് വെറും വാക്ക് പറയില്ല വല്ലഭൻ. അപ്പൊ എത്ര കുറയ്ക്കണം? 2 കുറച്ചോ? 2 രൂപ? 2 ലക്ഷം. എന്താ ആലോചിക്കണത്? ഉറപ്പിക്കാല്ലേ? പിന്നെന്ത്? 20 ലക്ഷത്തിന് സമ്മതം. അത് ന്യായം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ 15 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന് 1 മാസത്തെ സമയം തരണം. അതിനിപ്പോ എന്താ? 15 എനിക്ക് നേരെ 5 ലക്ഷം 1 മാസം കഴിഞ്ഞ് ദിനേശിന് കൊടുത്താൽ മതി. എന്തായാലും ഞാൻ ദിനേശിന് കൊടുക്കാനുള്ളതാണല്ലോ. ചേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഈ കാശ് കിട്ടിയിട്ട് വേണം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. 10 രൂപ ചേട്ടൻ എടുത്തു, 5 രൂപ എനിക്ക് തന്നാ മതി. ബാക്കി കാശ് ചേട്ടൻ തന്നെ നേരിട്ട് മേടിച്ചോ. അയ്യോ അയ്യോ, ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ അങ്ങ് നേരെ ബാംഗ്ലൂരിലേക്കാ. അതിനുവേണ്ടി ഒരു തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നിങ്ങളാവുമ്പോ ഒരേ നാട്ടുകാർ, എപ്പോ വേണമെങ്കിലും കാണുക വാങ്ങുക എന്ത് വേണമെങ്കിലും ആകാലോ. ഞാൻ ഈ ഒരു പ്രതീക്ഷയിലാ ഇത്രയും. ദിനേശന് ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ അടുത്ത മാസം ഇതേ ഡേറ്റിന് കാശ് റെഡി. ഞങ്ങൾ വിറ്റ പറമ്പിന്റെ ബാക്കി കാശ് നാട്ടിൽ നിന്ന് കിട്ടാനുള്ളതാ. വേണേലൊരു എഗ്രിമെന്റ് ദിനേശനുമായി പ്രത്യേകിച്ച് എഴുതാം. അയ്യോ, അതുകൊണ്ടല്ല, എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? 15 ലക്ഷം ചാരടിക്ക് കൊടുക്കുന്നു, പ്രമാണം എഴുതിക്കുന്നു. 5 ലക്ഷം പറഞ്ഞ പോലെ അടുത്ത മാസം നിനക്ക് തരുന്നു. അത് വൈകിക്കരുത്. എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ലൊരു നാള് നോക്കി ഗൃഹപ്രവേശം. എന്തോ ആ പച്ചക്കറി ചാക്ക് കൊണ്ടുപോവാ. ഇതെന്തിനാ ഇപ്പൊ പച്ചക്കറി? ഞങ്ങളുടെ നാട്ടിൽ വീട് കച്ചവടം നടന്നാൽ ആദ്യം ഇത്തിരി പച്ചക്കറി കൊടുക്കും. കപ്പ ഉണക്കമീനും സംഘടിപ്പിച്ച് ഞാനിപ്പോ എത്തിയേ ഉള്ളൂ. എന്നാ ഇനി കുട്ടികൾ പോയിക്കോട്ടെ, പോയിക്കോ. അല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇനി ഇത് എടുത്തിട്ട് അകത്ത് വെക്കേണ്ടതല്ലേ? എനിക്ക് ഇവരോട് രഹസ്യം പറയാനാ. ആയിക്കോട്ടെ, നീ വന്നേ. അടിക്കുന്നതിന് മുമ്പ് രഹസ്യം പറയലുള്ളതാ. ശരി. എന്താ മാവാ നീ എവിടെ ഇരുന്നേ? ദമയന്തിയുടെ കാര്യമാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അവിടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതിപ്പോ എങ്ങനെ അമ്മാവ് ആലോചിക്കുക? സ്ത്രീധനത്തൊക്കെ ഉണ്ടേ. വട്ടച്ചെലവിനുള്ള കാശൊഴിച്ച് ബാക്കിയെല്ലാം നുള്ളിപ്പെറുക്കിയ പിഷാരടിക്ക് കൊടുത്തില്ലേ? പകരം വീടും വസ്തുവും കിട്ടിയില്ലേ? കാശിന് പകരം സ്ത്രീധനം അതായാലും തരാറൊന്നുമില്ലല്ലോ. അത് ശരിയാന്ന് വെക്കാം. പറ്റിയ ചെക്കനെ തപ്പിയെടുക്കാനെങ്കിലും സാവകാശം വേണ്ടേ? വേണ്ട,
ദമയന്തിയുടെ ഭരണം വേറെ എവിടെയും തേടണ്ട. അമ്മാവന്റെ മനസ്സിലുള്ളത് എന്തുവാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ, ഈ വീട്ടിൽ തന്നെ. വല്ലഭൻ. ഞാനല്ല നീയാ. കുറേശ്ശെ തരികട ഉണ്ടെന്നാ ഞാൻ കരുതിയത്. നല്ലവനാ. 1 മിനിറ്റ് കൊണ്ടല്ലേ 2 ലക്ഷം രൂപ ഉറപ്പിച്ചത്. കാട്ടാന കിടന്ന തൂക്കണാൻ പറയെ പോലെ ഈ വിലക്ക് ഇങ്ങനൊരു വീടും വസ്തുവും കിട്ടുമോ? എല്ലാം അവന്റെ ഒറ്റം എടുക്ക. ദമയന്തിയുടെ സമയം നല്ലതാണെങ്കിൽ അവൻ ഈ ബിസിനസ് വെച്ചടി കയറ്റമായിരിക്കും. ദമയന്തി വെള്ളം കൊണ്ടുവാ. ഗ്ലാസ് ഒന്ന് പോരാ, 2 എണ്ണം വേണം. ഇവിടെ വിട്ട ബാംഗ്ലൂർ ചെന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാവൂ. അല്ലാതെ നഗരസഭയുടെ വണ്ടി ചവറെടുക്കുന്ന പോലെ വഴി കാണുന്ന എല്ലാ ബാറിലും കയറരുത്. മനസ്സിലായോ? രൂപ 1ഉം 2ഉം അല്ല, 15 ലക്ഷം അടിക്കില്ല. അത് മറക്കണ്ട. ഈ ഷാരടി എത്ര മോന്തിയാലും ഷാരടി അത് നമുക്കറിയാം. വേഗം ചെല്ല്, കേറാൻ നോക്ക്. അവിടെ അല്ല, ബാക്കില്. ഡിക്കിയിലല്ല. ആ ഒരു കാര്യം മറന്നു ദിനേശ, ഇത് തരൂല. ഇത് എന്റെ മേൽവിലാസ. എന്തേലും മംഗളർമ്മ ഉണ്ടെങ്കിൽ ഇതിൽ അറിയിച്ചാ മതി. എന്നാ മംഗളർമ്മ ഉണ്ടെങ്കിൽ അറിയിക്കും. ചാരടി അല്ല, ചാരായ അടിയാ. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം. ഇതെന്താ വലിച്ചു കീറി കളയടാ. അയാളെ അറിയിക്കാൻ ഇവിടെ ആരെങ്കിലും 16 അടിയുണ്ടോ? അതെ. വെല്ലവൻ ചേട്ടോ, ഇയാള് പോയി. വെല്ലവൻ ചേട്ടനെ പരമമാവൻ വിളിക്കുന്നു. വേഗം ഇങ്ങോട്ടിയല്ലേ. ഒന്നുമില്ല. എന്താടാ? ഒന്നുമില്ലടാ. എന്താണ്? ചിലപ്പോ എന്റെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനായിരിക്കും. ഏതായാലും നീ കൂടെ വാ. എന്തിനാ? ചെറുക്കന്റെ കാരണസ്ഥാനത്ത് ഒരാള് വേണമല്ലോ. വാടാ. എന്താ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ലേ? എന്താണ്ടായി അമ്മാവ? എന്തുണ്ടായിന്നോ? ഞങ്ങൾ എവിടാ താമസിക്കണ്ടേ പറ? കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ? ഇത്തിരി മുമ്പേ കുറെ എണ്ണം വന്ന് പറമ്പിന് കുറുകയും വീടിന് കുറുകയും കയറ് വലിച്ചു കെട്ടിട്ട് ഇപ്പുറം കേരളമാണെന്നും അപ്പുറം തമിഴ്നാടാണെന്നും പറഞ്ഞിട്ട് പോയിരിക്ക. കയറിന് അപ്പുറം ഉള്ളത് ഏതോ ഒരു തേവരുടെ വകയാത്രേ. കിണറ് വരെ 2ആയിട്ട് കീറി മുറിച്ചല്ലേ കയറ് കെട്ടിയിരിക്കണേ. എവിടെയാ ഷാരടി? ഞങ്ങളെ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത്? അത് എന്തോ എവിടെ ഒരു പെശക പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അല്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാം. നീ വന്നേ. ഏത് നശിച്ച സമയത്താണാവോ പണ്ടാരക്കാലിലും പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത്? ബാക്കിയുള്ളവന്റെ മനസ്സമാധാനം കളയാൻ. ശരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടും കെട്ടും പറഞ്ഞു നടക്കേണ്ട ഗതികേട്. മലയാറ്റൂർ മുത്തപ്പ, ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ. കാട്ടിത്തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശിയേറ്റി ഞാൻ മലയേറ്റിക്കാമേ. ഇതിൽ വലിയ കുരിശുണ്ടായി. ആരെങ്കിലും പറഞ്ഞാൽ പറ്റാ. നീ ഒരു കാര്യം, നീ ആദ്യം കട്ടുപറ, ഞാൻ പിന്നെ പറഞ്ഞോളാം സ്റ്റാർട്ട്. ഇതെന്താ ഈ കുടുക്കുമായിട്ട് കിടക്കണത്? അട്ടനെ പിടിക്കാനാ? അയ്യേ, ഈ കുടുക്ക ഇത് അട്ടേനെയും പിടിക്കാം ആനേനെയും പിടിക്കാം. ബുദ്ധി വേണം, ബുദ്ധി. കുടുക്കിനാ? അല്ല, നീ ഇതെന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ല, കീരി. കീരി എന്തിന്? ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ച് നിൽക്കും. ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനല്ലേ ഞാൻ എഴുതി വെച്ചേക്കണത്. എവിടെ? ഇത് കീരിന്നല്ല, കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണ. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാണ്ട് പാമ്പ് ആയിരിക്കില്ലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ എങ്ങനെ? ഇത് കീരിയുടെ അല്ല, കിളിയുടെ. കീരിയുടെ ശബ്ദം എനിക്കറിയാം. ഒന്ന് കാണിച്ചേ. ചില്ലും ചില്ലി ചില്ലും കിളിമരത്തോണി. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇതിലേ പോ, ഞാൻ അതില് കളിയാക്കല്ലേ, കാരണന്മാരെ കളിയാക്കല്ലേ. പാമ്പ് എന്റെ ഈ തോർത്താരോടെ കൊണ്ടുവന്നിട്ടത്? ഓ, ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല. വല്ലവന്റെ പണിയായിരിക്കും. ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല.
ഈ പാമ്പിനെ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവ തലയിൽ കയറും. ആ 4 വടി ഉണ്ടല്ലോ അത് മതി. ഈ ഷക്കീല പാമ്പ് എവിടെ പോയിന്നറിയില്ല. ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രിയായില്ല. പറമനുക്ക് മുക്കൺ தேவையில்லை வீரனுக்கு. അയ്യടാ പരമശിവസ്വാമി. പണ്ടാളങ്ങ കൊതുക് കടിച്ചിട്ട് ഇരിക്കാനും പറ്റണല്ലോ. എന്താടാ എന്താടാ പാമ്പ് പട്ടിയാ? പാമ്പിനെ പേടിക്കല്ലോ, പിന്നെ പട്ടി. വരി 4 എണ്ണം കൊണ്ടുവന്നിരിക്കുന്ന ചക്കീല പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ 7 അയൽവക്കത്ത് വരൂല. അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട്. ശിവനല്ല, വാസു, വടിവാള് വാസു. പരമശിവ ആശീർവാദം താരം. പാമ്പ് ഇവിടെ കോടിയെടുക്കൽ കൊത്തിട്ട് അവസാനം എന്റെ പടത്തേക്ക് വരരുത്. എന്താടാ കാണിക്കുന്നത്? പാമ്പിനെ പേടിപ്പിക്കാനാ. ഇത് കീരിയല്ലേ പണ്ടാറടക്കാനിട്ട്? തോളത്ത് പാമ്പ്. ആരുടെ? നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? എന്റെ തോളത്തല്ല, ഏട്ടന്റെ തോളത്ത് പാമ്പ്. എന്റെ തോളത്ത് തോർത്തല്ലേ? അയ്യോ ദൈവം, തൊട്ടുപിടിച്ചോ. അടിക്കപ്പെടാതെ. പിന്നെ നോക്കിക്കേ. ചേടാ ഈ കുടം വെച്ച് അവനോടെ പോയി. ഈ ശക്തിയിലെ ചേച്ചി വിഴുങ്ങിയ പോയോ? അവര് പോയി. തല തൊടുത്തിക്കോളൂ, ജലദോഷം വരണ്ട. എന്തോ കുഴപ്പമുണ്ട്. സെക്യൂരിറ്റിയിൽ എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. വല്ലഭന് പുല്ലുവായുധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടി തുറക്കണം. എന്റെ കയ്യിൽ പുല്ലില്ലല്ലോ. എടാ ഒലക്കോണ്ടി ചവിട്ടി തുറക്കണ പുല്ലേ. ഓക്കേ. കാണുന്നില്ലല്ലോ. ഇവനീ മുണ്ടൂരിട്ടെങ്ങാട് പോയി. ക്ലോസറ്റിൽ കാണാനില്ല. കാലനങ്ങടാ. അയ്യോ ഇവന് താടിയുണ്ട്. ഇവൻ ദിനേശനല്ല. ആരാ നീ? അറബി പറയുന്നത് ബില്ലാദനാ. നീ എന്തിനാണ് അകത്തൊക്കെ തലയിട്ട്? തല മാത്രം അപ്പുറത്ത് കഴുകാന്ന് കരുതി. അതിന് ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് അല്ല, ഇത് ബക്കറ്റാ. വല്ലപ്പാ ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റ് കൂടി ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റും ചെമ്പും മഗ്ഗും സോപ്പ് പെട്ടിയും എല്ലാം ചെക്ക് ചെയ്യും. ആഹാ എടാ വല്ലപ്പ ഇങ്ങടറങ്ങടാ. എടാ ഇങ്ങടറങ്ങടാ. എടാ തല തമിഴ്നാട്ടിൽ കിടക്കും. എടാ സൂക്ഷിച്ചിറങ്ങി. അയ്യോ വല്ലഭനവിടെ പോയി. കൊല്ലക്ക വല്ലഭനവിടെ പോയി. ഈ വല്ലഭൻ അങ്ങോട്ട് പോയി. വല്ലഭാ വല്ലഭാ. ചേട്ടാ ഒരു ചായ. ഇതൊന്നും എഴുതിയിട്ടില്ലേ? തിരിച്ചുപിടി. തിരിച്ചുപിടിച്ച എങ്ങനെ ലെറ്റർ വന്നത്? മറിച്ചു പിടിയടാ. ഓ ഇങ്ങനെ വായിച്ചോ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാല. സ്ത്രീ വെള്ളം ചേർക്കാത്തതല്ല, സ്ത്രീ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. സ്ത്രീ അല്ല. ഈ ലെറ്റർ എഴുതുമ്പോ അതിനു മുമ്പ് എങ്ങനെ എഴുതും? ശ്രീന്ന്. ആ ശ്രീ. ഓ ശ്രീ. അതെ. വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ ചെറുമത്സ്യത്തെ ജീവനോടെ ചാലിച്ച് 8 കരിക്കും വെള്ളവും ചേർത്ത് കുറുക്കി ധൂമകേതു ചാലിച്ച് 12 നാൾ തുടർച്ചയായി തടവണം. ധൂമകേതു, കരിക്കും വെള്ളം, പശുവും പാൽ, ജീവനുള്ള മീൻ, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കും. എടാ ഭയങ്കരന്മാരെ, കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കണ്. പിടിച്ചു പിടിച്ചു. വേദനിപ്പിക്കരുത്. അഹിംസ. ഒരു ചണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ. അപ്പൊ ജീവനില്ലല്ലോ. ഓ പിടി പിടി പിടി. അപ്പൊ മീൻ റെഡി. ഇനി സുഭാഷിണി, ഒരു മരുന്നിനാ വെള്ളം ചേർക്കാത്ത പാല് വേണം, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ മിൽമേന്ന് വാങ്ങിച്ചേനെ.
പശുവിന് പകരം നീ കാളയിൽ ഫിറ്റ് ചെയ്താടാ. വലിച്ചിട്ട് കിട്ടാത്തോണ്ട് പറഞ്ഞ ആഞ്ഞു വലി. കണ്ടാ തമിഴ്നാട്ടിൽ നിന്ന് പാല് കേരളത്തിലേക്ക് ഒഴുകണ കണ്ടാ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കേരള പാലാക്കട്ടെ. ഏയ് വേണ്ട വേണ്ട, തനിപ്പാലാ വേണ്ടത്. പിടിച്ച ഗ്ലാസ്. സുഭാഷിണി കുടിക്ക്. എപ്പോഴാ ഒരു ഓർമ്മയുള്ളൂ. அப்படியா சமாச்சாரம்? இருங்கடா வர்றேன். തീർന്നോ? ഒന്ന് വലിച്ചേ, നീ ആഞ്ഞു വലി. വലി വലിച്ചു കുടിച്ചോടാ. എന്താ ഒരു കളർ വ്യത്യാസം? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ആ മതി. ടേസ്റ്റ് ചെയ്തേ. കട്ടൻ ചായ കടുപ്പം കുറച്ച് കൂടുതലാ. എനിക്ക് പാലൊഴിച്ചു കുടിക്കണ ഇഷ്ടം. കൂട്ടുകുഴമ്പ്, മീൻ പാലിട്ട് കരിക്കുമ്പോൾ ധൂമക ഇതൊക്കെ റെഡി. തൂങ്ങിച്ചാകാനുള്ള കയറും റെഡി. തൂങ്ങിച്ചാവാനാ? അല്ലല്ല, ചവിട്ടി തിരുമാനുള്ള കയറും റെഡി. ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ. ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത്? അവനല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടത്. ഓ, അവനാണല്ലോ അല്ലേ? അവനെവിടെ? ദിനേശാ എങ്ങാട് പോയി? ദിനേശാ. വാസുവേട്ടാ എന്താടാ? ഒന്ന് നുള്ളിക്കേ. മുള്ളാനാ? മുള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. നിന്നോട് ആരാടാ ഇപ്പൊ സ്വപ്നം കാണാൻ പറഞ്ഞത്? പ്ലീസ് വാസുവേട്ടാ ഒന്ന് നുള്ളിക്കേ. ശരി, നുള്ളി ഉണർത്തുന്നതിനേക്കാൾ നല്ലത് തലക്കിട്ടൊന്ന് തരുന്നതാ. സ്വപ്നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുവേട്ടൻ നോക്കിയേ. വല്ലഭ, എനിക്കും ഒരു സംശയം. സ്വപ്നാണോന്നല്ലേ? അതെ. അതിനെന്തിനാ സംശയിക്കുന്നത്? സംശയം ഞാൻ ഇപ്പൊ തീർത്തുതരാം. വല്ലഭ, എന്തോ സംശയം തീർന്നു. എന്താടാ കേരളവും തമിഴ്നാടും തമ്മിലൊരു ലയനം? എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ? ഇതൊക്കെ അവിടെ പുതിയ നമ്പർ അല്ലടാ. ഞാൻ ആ കിണറ്റിങ്കരയിൽ ആ പണ്ടാര പാണ്ടി പശുവിന്റെ ചാണകത്തിൽ ചവിട്ടി വീഴാൻ പോയതാ. അപ്പൊ അവള് കയറി പിടിച്ചു. ആണോ? അപ്പൊ താങ്ക്സ് പറയണ്ട പശുവിനാ. താങ്ക്സ് ഡാ. അവസാനം നീ എന്റെ വഴിയിൽ വന്നു. അഹിംസ, സ്നേഹം. ഞാനെങ്ങാനെ കിണറ്റി വീണ് ചത്തിരുന്നെങ്കിൽ അവൾക്ക് പന്ത് കെട്ടി കളിക്കാൻ ഞാനില്ലാതെ പോകുമല്ലോ. എടാ കഴുതേ, നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ? സുവോളജി, മനഃശാസ്ത്രം. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം നിന്നെ അവക്ക് ഇഷ്ടമാണെന്ന്. നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ആ പെൺകുട്ടിക്ക് മനമാറ്റം വന്നത്. ആ സെന്റിമെന്റ്സ് നമ്മൾ മുതലെടുക്കണം. അതാണ് ബുദ്ധി. അതിനെന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചുമ്മാ അവളെ പറ്റിച്ചതല്ലേ. പക്ഷെ അതിലവള് വീണില്ലേ? അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ നീ ഞൊണ്ടിക്കാലം. ഇനി അതിനും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണത്? നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഒടിച്ച് നല്ല അസല ഞൊണ്ടനാക്കി തരാം. എന്നാ ബെസ്റ്റ്. വേണ്ട, കാര്യം നടക്കാൻ ഞാൻ ഞൊണ്ടണം, അത്രയല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പക്ഷെ നേരത്തെ വന്നപ്പോ വലത്തേക്കാൽ, ഇപ്പൊ വന്നപ്പോ ഇടത്തേക്കാലായി പോയി. ഒന്ന് കാണിച്ചു കൊടുറാ. കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട്? നീ എന്താ കുതിരപ്പുറത്ത് പോണ? എടാ, നീ നേരത്തെ വന്നില്ലേ? അതുപോലെ അങ്ങ് വന്നാ മതി. ചിലപ്പോ ഞാൻ നേരത്തെ നടന്നു. அனியத்தோட ஹாஸ்பிட்டல் பில்லு நீ கெட்டியாச்சுன்னு தினேஷன் கிட்ட சொல்ல வேண்டியதானே? பாவம், அவனுக்கு கொஞ்சமாவது മനസമാധാനം കിട്ടുമല്ല. ഇല്ല മമ്മി, അതുകൊണ്ട് മാത്രം അയാളുടെ പ്രശ്നം തീരില്ലല്ലോ. വീടിന്റെ കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് എല്ലാം അറിഞ്ഞാ മതി. എടാ വിജയ്, കേർച്ചീഫ് എടുത്തു കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ? നീ എന്തിനാ ചിരിക്കുന്നു? അല്ല, ഒരു നിമിഷം നീ ആ പിച്ചക്കാര പയ്യനും അവൾ ആ പണക്കാര പെണ്ണോടെ ഓർത്തു പോകും. എടാ കാർത്തിക്, നമ്മൾ എപ്പോഴും അയൽക്കാരുമായി നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. പിന്നെ ബെല്ലടിക്ക്. വി അനന്തകൃഷ്ണൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. യെസ്. ഹലോ സർ, ഞങ്ങള് അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാരാ. പ്ലീസ് കമേ. അകത്തേക്ക് വരൂ.
ഐ ആം അനന്തകൃഷ്ണൻ. ഐ ആം കാർത്തിക്. ഓ വിജയ്. വെരി ഗുഡ്. പ്ലീസ് ബി സീറ്റഡ്. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകട്ടോ. ജാനു. എന്റെ ഭാര്യ ജാനു. നമസ്കാരം. ഇന്നും ഞങ്ങളുടെ ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ. അതെയോ? എന്റെ മോന പേര് അർജുനൻ. നിങ്ങൾ എവിടാ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസാ, കീബോർഡ് പ്ലേയേഴ്സ്. ഓ, ഗാനമേളയ്ക്ക് വായിക്കുന്നവരാണോ? നോ സർ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാണ്. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഞങ്ങളാ വായിക്കുന്നത്. അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടല്ല ഞങ്ങളാ വായിച്ചത്. നേരാണോ? കൊഞ്ച നേരം കൊഞ്ചി പേസ കൂടാതാ. എനിക്ക് ഒരുപാട് ഇഷ്ടത്. എത്ര നന്നായിട്ട് പാടുന്നു. താങ്ക് യു. എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് എന്ന് വെച്ചാൽ അവന് ജീവനാ. കണ്ടാലേ അറിയാലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അവന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ. ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. പാട്ട് മാത്രമല്ല, പാചകവും നന്നായിട്ട് ചെയ്യുമല്ലേ? നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കൊച്ചു പാത്രത്തെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ടാക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടമായി സർ. ഫാമിലിയൊക്കെ എപ്പോഴാ വരുന്നത്? അവരാരും ഇങ്ങോട്ട് വരുന്നില്ല സർ, ഞങ്ങൾ മാത്രമേ കാണും. അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില, ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ഇപ്പഴാ കർച്ചീഫ് എടുത്ത് കൊടുത്തത് സർ. ഇതുവരെ ഒന്നും ആയില്ല സർ. എനിക്കും ആയിട്ടില്ല സർ. നീ അകത്ത് പോ. നീ അകത്ത് പോ ജാനു. യു മീൻ യുവർ ബാച്ചിലേഴ്സ്? കല്യാണം കഴിച്ചില്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ സർ? എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതെ സർ, ഇവന് സർപ്പദോഷമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല. ഇതിനു മുമ്പ് 4 ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. തലവേദനയായി പോയി. അത് പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല. എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ. ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ. അറിയാം, അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. സാർ സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് അല്ല. അബ്ദുൽ കലാം, വാജ്പേയി ഇവരെ പോലെ വളരെ മര്യാദക്കാർ. അതെ സർ, ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി. സോറി, റൂൾസ് ഒന്നും ഉണ്ടല്ലോ. നിങ്ങൾ വേറെ വീട് നോക്കിയോ? ശരി, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സർ. ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം. വാ വിജയ്. അങ്ങോട്ട് എവിടെ പോവാ? മൊന്ത എടുക്കാൻ പോവാ. ഓ മോനെ, ഒരുപാട് പാലം ധോണിയെ പോലെയോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കും. നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ? നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ, എന്നാ നീ കഴിക്കും. നോക്ക്, നീ ഒരു ബാച്ചലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല. ഞാനൊരു ബാച്ചലർ ആയതുകൊണ്ട് പെണ്ണെ കിട്ടില്ലടാ. ഒന്ന് ചുമ്മാരിയാണ്. എടാ, സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ സെക്രട്ടറി, അയാളും കല്യാണം കഴിച്ചു. നിനക്കെന്തിന്റെ കുറവാടാ? ആദ്യം നിന്റെ അമ്മയോടൊന്ന് പറ, വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ്. അതൊക്കെ സമയമാകുമ്പോൾ നടക്കും. എന്താ? നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം. അവളെ കണ്ട ഉടനെ തോന്നണം ഒരു 100 വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന്. എന്താടാ ചങ്ക് പൊട്ടുന്നടാ. നീ വെറുതെ കളിയാക്കല്ലേ? പിന്നല്ലാതെ, കണ്ടപ്പോ തന്നെ എങ്ങനെ തോന്നണം? അതങ്ങനെയാടാ. നീ ഈ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ? തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും, മണിയടിക്കുന്ന ശബ്ദം കേൾക്കും. അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം, അല്ലെങ്കിൽ ചർച്ചിൽ മണി അടിക്കുന്നവനാവണം. അതൊന്നും നടക്കില്ല. എടാ നടക്കൂടാ. അത് പോട്ടെ, ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോവാ? നീ ബൾബ് കത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്യൂസ് ഊരിക്കൊണ്ട് അയാളോട് പോകാൻ പറ. അയ്യോ, കണ്ടോ, പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന് ചൂട് കണ്ടില്ലേ? എടാ വിജയ്, നിനക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. എങ്ങനെ ഈ ബൾബ് കത്തുന്നത്, മണിയടിക്കുന്നത്? വാസ്തവത്തിൽ ഞാനിത് എന്താ ഇനി ഒന്നും പറയണ്ട പ്ലീസ്. പറയാൻ സമ്മതിക്കില്ലല്ലോ. എത്ര ദിവസമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിട്ട് പറഞ്ഞ ഒരു അനുസരണയില്ല അല്ലേ? ചവിട്ടിക്കിട്ട് ഞാൻ നിനക്ക് അത്ര അഹങ്കാരമായി. ഞാനൊരാണാണടി, ഇങ്ങനെയൊക്കെ കാണിക്കും. എന്നെ നോക്കാനുള്ള നീ ആണാണോ ചോദിച്ചേ? ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ. ഒരു മൂക്ക് തിടുന്നതിന് വേറെ 2 മൂക്ക് തിടുന്ന വിലസ എന്റെ അടുത്ത. ഇനി മേലാൽ എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്ത് വിജയശാന്തിയാണെന്ന വിചാരം? വിടാൻ എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരൊറ്റ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ. ഒരാണാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. അയ്യോ, നീ എന്നെ അടിച്ചൂലേ? നിന്നെ ഞാൻ കാണി
തുടങ്ങുന്നേ. ഭൂതം ഭാവി വർത്തമാനം ഒക്കെ കാണാം. അയ്യോ. ഏയ്. നീ എന്ത് വേണേലും പറഞ്ഞു. ബീതോവന്റെ ജന്മദിനത്തിൽ നമ്മൾ കുടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നത്? അദ്ദേഹവും നമ്മളെ പോലെ ഒരു കലാകാരനല്ലേ, നമ്മൾ വേണ്ട ആഘോഷിക്കാൻ. അതല്ലാതെ നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ടോ? അവസാനം കുടിച്ചത് മൈക്കിൾ ജാക്സന്റെ ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞ ആഴ്ചയാ. അത് അവന്റെ പ്രശ്നം. നോക്ക ഇപ്പൊ തീർക്കാം. ഹലോ, കഴിക്കേ, ചിക്കൻ കഴിക്ക, ഗാർലിക് ചിക്കൻ. എനിക്ക് വേണ്ട, വെളുത്തുള്ളിയുടെ അഭിഷേകം അതില്. കാർത്തിക്, വെളുത്തുള്ളി ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. എന്തെന്നാ രാവിലെ ഒരു വെളുത്തുള്ളി, വൈകിട്ട് ഒരു വെളുത്തുള്ളി കഴിച്ച 100 വർഷം ജീവിച്ചിരിക്കുന്ന എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രമല്ല, അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു. അങ്ങനെയാണോ? എന്നാൽ 62ാമത്തെ വയസ്സിൽ ഒരു ആവശ്യമില്ലാതെ ചത്തുപോയി. എങ്ങനെ? അതോരോ ദിവസം കുളി കഴിഞ്ഞ് നനഞ്ഞ തോർത്തൊന്ന് കുടഞ്ഞു, 1-2 തുമ്മി, ടാറ്റ പറഞ്ഞു. അപ്പോ വെളുത്തുള്ളി? കാർത്തേ, ജീവിതത്തിലെ ചില വിഷയങ്ങള് വെളുത്തുള്ളിക്ക് പോലും രക്ഷിക്കാനാവില്ലടാ. എന്താടാ ഇത്? ബീറിന് ഇങ്ങനെ ഒരു പിടുത്തം? അത് നമ്മൾ വല്ലപ്പോഴല്ലേ കുടിക്കുന്നത്, അതുകൊണ്ടാ. അപ്പൊ ഡ്രെയിനിൽ അടിക്കാല്ലേ? ഹലോ. ഹലോ, ഐ എം പ്രീതി. ഐ എം കാർത്തിക്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങള് മ്യൂസീഷ്യൻ ആണോ? അതെ. ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. നിങ്ങള് കർച്ചീഫായിട്ട് പോലെ ഗിറ്റാറിടായിട്ടല്ലേ അവനെടുത്തത്? എടാ, എന്നിട്ടും ഒരു മൈൻഡ് ഇല്ലല്ലോടാ. ഓക്കെ, എന്നാ കുട്ടി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോകാൻ വരട്ടെ. തട്ട് കിട്ടി, ഇനി പോവാം. അല്ല, നീ എപ്പോഴാ ഇൻസമാമുൾ ഹക്കായത്? പിന്നെ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവൾ എന്നെ പ്രേമിക്കും. എന്താണ് എടാ കാലത്ത് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ? കുടിച്ചിട്ട് ആമ്പക്കം വിടുമ്പോഴും വിജയ്, ഇത് ഫ്ലാറ്റാ. വിജയ്, ഒന്ന് മിണ്ടാതിരി. എടാ, നീ ശബ്ദം ഉണ്ടാക്കല്ലേ. എടാ, ആൾക്കാർ കേൾക്കൊന്ന് മിണ്ടാതിരിക്കേ. എടാ വിജയ്, നീ എന്തായി കാണിക്കുന്നത്? വിജയ്, എടാ എന്താ എന്താ വിജയ് ഇത്? ഇത് സെക്രട്ടറിയുടെ വീടാ. സോറി സർ, സോറി. എടോ, എത്ര ധൈര്യം കൊണ്ടാ കുടിച്ചിട്ട് ഇവിടെ വന്ന് ഛർദ്ദിച്ചത്? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സർ, ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. കൈയൊന്നും വേണ്ട. ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി ഛർദ്ദിക്കോ? ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ കളിയാക്കാ. ഞാൻ ആരാന്നറിയാമല്ലോ, സെക്രട്ടറി ഓഫ് ദ അപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ്. നടക്കണം. അകത്തേക്ക് പോ. ചെല്ല്. ഛർദ്ദിക്കണമെങ്കിൽ അകത്ത് ബാത്റൂം ഉണ്ട്, അവിടെ ചെന്ന് ഛർദ്ദിക്ക്. ആക്ച്വലി സാർ, വീട്ടിൽ വെളുത്തുള്ളി കുളമാക്കാതെ പോടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ. ഒരു ഇത്തിരി ബിയർ അടിച്ചു, അതവന് പിടിച്ചിട്ടില്ല. ചിലപ്പോ പതിവില്ലാത്തോണ്ടായിരിക്കും. എന്റെ അടുത്ത് എന്നിട്ട് വേല ഇതുകൊണ്ടാ ബാച്ചിലേഴ്സിനെ താമസിപ്പിക്കാത്ത. സാർ, ഇത് ഞാൻ 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്യാം സാർ. സാർ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നമായിട്ട് കണ്ടാ മതി. എന്താടാ? എന്താ? എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ? ഇതിനാണോ? ഇത്രയും ബിയറും കുടിച്ചിട്ടില്ല സാർ, സത്യം. This is the limit. Yes, this is the limit. I will call the police. I will call the police. എന്തിനാ സാർ പോലീസ്? ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം സാർ. കുറച്ച് സമയം വേണം. എത്രയോ? 1/2 മണിക്കൂർ? വേറെ വീട് നോക്കണ്ടേ? അല്ലെങ്കിൽ 1 മണിക്കൂർ? അയ്യോ സാർ. എത്ര വേണ്ടി വരും? ഒരു 2 വർഷം മതിയോ? മതി. Take 5 years. I will call the police. Police. സത്യമായിട്ടും പോയിക്കോളാം. വേറെ വീട് ഇങ്ങനെ നോക്കിക്കോളാം സാർ, പ്ലീസ്. ഇവിടുന്ന് പോടാ, പോടാ. നീ കുടിച്ചിട്ടുണ്ടല്ലേടാ? ഒന്നുമില്ല ജാനു, നീ പുറത്തേക്ക് വരണ്ട. നീ വിജയ് അല്ല, എന്റെ വിധിയാ. Get lost. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഛർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി ഛർദ്ദിക്കേ. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അപ്പൊ ബാത്റൂം അല്ലായിരുന്നു? ഏത്? ഞാൻ ഛർദ്ദിച്ച സ്ഥലം. ഞാൻ അപ്പോഴേ വിചാരിച്ചു, ഈ സെക്രട്ടറി എന്തിനാ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നതെന്ന്. സോറിയുടെ കാർത്ത്,
ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർക്കും. നീ എന്തിനാ തുടയ്ക്കുന്നത്? രാത്രി മുഴുവൻ ബക്കറ്റ് വെള്ളവും കോരി ഞാനാ തുടച്ചത്. ഞാൻ പോയിട്ട് മാപ്പ് പറയാം. ഇനി എന്ത് പറയാനാ? അതായത് ബർത്ത്ഡേക്ക് ചിക്കൻ കഴിച്ചുകൊണ്ട് ഛർദ്ദിച്ചാണെന്ന് പറയാൻ ഒരു സഹതാപം വേണ്ടേ? എന്റെ അളിയാ, ഇവിടുന്ന് താമസം മാറാന്ന് എനിക്ക് പറയേണ്ടി വന്നു. അവിടം വരെ എത്തിയോ? പിന്നെ അല്ലാതെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞാൽ പേടിപ്പിച്ചില്ലേ? നീ വേഗം വീടന്വേഷിക്കും. കാർത്തേക്, ഈ മാറ്റർ എനിക്ക് വിട്ടുവന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയി ക്ഷമ ചോദിച്ച് സെക്രട്ടറിയുടെ മനസ്സറിഞ്ഞ് നിന്റെ കയ്യും കാലെ പിടിച്ച് വന്ന് കരയും, നീ നോക്കിക്കോ. എന്നിട്ട് നോക്ക, വിജു ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, നീറ്റായി ഡ്രസ് മാറുന്നു, അങ്ങനെ കാണുന്നു, മാറ്റർ ക്ലോസ്. 1/2 മണിക്കൂറിനുള്ളിൽ എന്താ നടക്കുന്നത് നീ നോക്കിക്കോ. എടാ കാർത്തേക്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് കാർത്തിക്, ഇവിടെ പുതിയ താമസക്കാരനാണ്. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ആഴ്ച ഒരാൾ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോൾ നിങ്ങൾ അവനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത്? ഇറ്റ് വാസ് അമേസിങ്. ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു. എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് കാർത്തിക്. തൻ്റെ പേരൊന്നറിഞ്ഞാൽ? ജ്ഞാനപ്രകാശ്. ജ്ഞാനപ്രകാശ്? പ്രൊഫസർ ജ്ഞാനപ്രകാശ്. ഓ, കാർത്തിക്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനൊരു മ്യൂസീഷ്യനാണ്, ഫിലിം ഇൻഡസ്ട്രിയിൽ. ഓ, വെരി ഗുഡ്. എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം കാത്താടി പോലാടുത്, ഇറ്റ്സ് എ നൈസ് സോങ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ. വെരി ഗുഡ് രാഗം. തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് മണിരത്നം. ബ്രില്യൻറ്റ് ബോയ്, നന്നായിട്ട് വരും. മാർക്ക് മൈ വേർഡ്സ്, ഹി ഹാസ് ഗുഡ് ഫ്യൂച്ചർ. മിസ്റ്റർ രാഘവൻ, സ്റ്റോപ്പ് ദെയർ. എന്താ മിസ്റ്റർ രാഘവൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്? ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ. നോ നോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ? ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. എന്താ സാർ, പ്രൊഫസറുടെ അടുത്ത് പോയി കുടുങ്ങിയോ? അതല്ല, അദ്ദേഹം ആരാ? ബന്ധമില്ലാതെ സംസാരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ. അതെയോ? ആ തല കണ്ട അറിയില്ലേ? അങ്ങേര് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. പാവം ഇപ്പൊ മനസ്സിന് കുറച്ച് സുഖമില്ല. ഇപ്പോഴും 1984 ജീവിക്കാന്നാ വിചാരം. എന്താ എങ്ങനെ? അതായത് സാർ, ഇപ്പൊ ഒപ്പിയോ സാർ? സാർ, ഞാൻ മോട്ടോർ ഓഫീസ് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വഴിയാ, എല്ലാ പണിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ. എന്താ ഇത്ര ലേറ്റ്? നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയാൽ യു വിൽ മിസ് യുവർ ലെസൺസ്. സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞത് കേട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് ആരാ ഇത്ര ഓളിയിട്ട് പാട്ട് വെച്ചേക്കുന്നത്? ഹലോ, ആരുമില്ലേ? ഹലോ, ഒന്ന് നിന്നേ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഒന്ന് വന്ന് നോക്കോ. എന്താ? എന്താന്നറിയില്ല, എന്തോ കണ്ട് പേടിച്ച പോലെയുണ്ട്. എന്തോ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തേ. ആരാ സാർ? എന്താ ഉണ്ടായത്? നിന്റെ കൂട്ടുകാരൻ അത്ര വൃത്തികേടായിട്ടാ നിന്നെ. എങ്ങനെയാ സാർ? എങ്ങനാന്നോ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എനിക്ക് പേടിയാവുക. ഒരു മര്യാദ വേണ്ടേ? ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ചെന്ന്
ചൂടോടെ നല്ലൊരു ചായ കൊണ്ടോ. എനിക്ക് മാത്രം ഞാൻ പറഞ്ഞില്ലേ. ഇനി പറയണം സാർ. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാ നിങ്ങൾ മാറുന്നേ? എന്തിനാ മാറുന്നത്? എന്തിന്? ഇന്നലെ രാത്രി മാറാന്ന് പറഞ്ഞല്ലേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടേയില്ല. കണ്ട്. ദിസ് ഈസ് ടു മച്ച്. ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ഛർദ്ദിച്ചപ്പോ നീ മാറിക്കൊള്ളാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സാർ. സിംഗപ്പൂരോ? അതെ, മോർണിംഗ് ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വന്നത്. പ്രൂവ് ചെയ്യാമോടാ? എന്താ സാർ, സിംഗപ്പൂരിൽ നിന്ന് ഒരു ദിവസം 1000 പേരെങ്കിലും വരും. എല്ലാവരും പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാ? എനിക്കറിയാം, കുടിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. വീണ്ടും ചോദിക്കുക എപ്പോഴാ മാറുന്നേ? ഈ അപ്പാർട്ട്മെന്റ് റൂൾസ് അറിയാലോ? ഈ അപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റൂ. അപ്പോഴേ ഞാൻ മാറിക്കോളാം. ഇത് അംബേദ്കർ ആണേ സത്യം. സർ, എനിക്ക് തോന്നുന്നത് സാറിനിപ്പോ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ. ഞാനോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലടാ. എന്താ വിജയ്, എന്താന്ന് പറയാതെ നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു. പക്ഷെ അതിനുള്ളിൽ അയാൾ എന്റെ ഷെയിം പപ്പി ഷെയിം കണ്ടടാ. എന്റെ പൊന്നളിയ, എങ്ങനെയാടാ പറ്റിയത്? ഞാനേ കുളിച്ചിട്ട് വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തു. ഉടുത്തുടി ഒരു താഴെ പോയടാ. ഒരു കാര്യം സത്യമാ, ഒരാണിന് മറ്റൊരാണിന് ഇതിൽ കൂടുതൽ ശിക്ഷിക്കാനാവില്ല. എടാ, ആരും പറയാത്ത നമുക്ക് വീട് മാറിയാലോ? നമ്മൾ എന്തിനു മാറണം? വായ് എടാ, നീയല്ല വേറെ വീട് നോക്കാന്ന് പറഞ്ഞു. വിജയ്, നീ കുളിക്കാൻ പോയില്ലേ? അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. നീയും കണ്ടോ? ഞാൻ എന്റെ പെണ്ണിനെയാ കണ്ടത്. അതാടാ? അവള് തന്നെ എന്റെ ചാൻസിയറാണ്. സത്യമായിട്ടും? സത്യമാടാ, ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും നമ്മൾ ഇവിടുന്ന് മാറുന്നില്ല. അപ്പൊ സെക്രട്ടറി വേണമെങ്കിൽ നീ ഒരു പ്രാവശ്യം അങ്ങേരി ചെന്ന് കാണും. അയ്യോ, ഞാനില്ലേ. എന്റെ ഒരു നേരം പോക്ക് ഇതാ. ഈ പിള്ളേരുടെ കളി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഗുഡ് ഷോട്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് സർ. കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് കണ്ടിരുന്നു? ഏത് മാച്ചാ സർ? ഇന്ത്യ ഓസ്ട്രേലിയ 48 റൺസിന് തോറ്റില്ലേ? അത് കണ്ടില്ലേ? കണ്ടു. വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് 1 വർഷം പോലും ആയില്ല. അതിനുള്ളിൽ ഇങ്ങനെ തോറ്റാൽ എങ്ങനെയാ? യങ്സ്റ്റേഴ്സ് ധാരാളം പേര് ടീമിനുള്ളിൽ വരണം. ഗവാസ്കർ കൂടെ റിട്ടയർ ആയി. ഇപ്പൊ ഹൈദരാബാദ് ടീമിൽ ഒരു ചെറുക്കൻ കളിക്കുന്നുണ്ട്. ബ്രില്യൻ പ്ലെയർ. അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും. മാർക്ക് മൈ വേർഡ്സ്, വൺ ഡേ ഹി വിൽ ബി ദി ഇന്ത്യൻ ക്യാപ്റ്റൻ. അവന്റെ പേര് ഹലോ, ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഫറാഖ് ഒബാമ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ടോണി ബ്ലെയർ. ലേറ്റസ്റ്റ് ജെയിംസ് ബോണ്ടിന്റെ പേര് ഡാനിയൽ ക്രൈഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എല്ലാം പേര് എനിക്കറിയാം. ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ? അസറുദ്ദീൻ. ഞാൻ പറഞ്ഞില്ലേ ആ ഹൈദരാബാദ് പ്ലെയർ, അവന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ. വെരി ഗുഡ് പ്ലെയർ ബാബു, നല്ല ഫീൽഡ്. MBA അവൻ കളിച്ചു. ഈസ് എ വെരി പ്രോമിസിംഗ് പ്ലെയർ, യു നോ. അതുപോലെ കപിൽ ദേവിന് ശേഷം ആരാ? വി നീഡ് അനദർ ജെനുവിൻ ഫാസ്റ്റ് ബൗളർ. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മുത്തശ്ശിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമോ? പേഷ്യന്റിന്റെ ബന്ധുക്കളാരാ? പേഷ്യന്റിന്റെ പേര് പറ. വേണ്ട, പേര് പറ.
എന്താ പേര് പറഞ്ഞാല്? അതിലെന്താ പ്രശ്നം? എന്ത് ചോദിച്ചാലും മിണ്ടായിരിക്കുന്ന എന്താ? സോറി. നത്തിങ് സീരിയസ്, ലോ ഷുഗർ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ, പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം കൂടെ കിടന്നിട്ട് പോവാം. ഓക്കെ? മുത്തശ്ശിക്ക് ഒന്നുമില്ല. ഷീസ് ഓക്കെ. ഒരു ദിവസം കൂടി ഇവിടെ കിടക്കുന്ന നല്ലത്. ഇറ്റ്സ് ഓക്കെ. എന്തുവാടോ ഇതൊക്കെ? ലാസ്റ്റ് 1 ഇയർ മുംബൈയിലാന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ കോടതിയുടെ സമയം കളയല്ല. ഇനി ഒരാഴ്ച സമയം തരാം. അപ്പോ ആ വേണുഗോപാൽ പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടോ? സാർ, അതിനെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിലും അറിയില്ല സാർ. സാർ കുറച്ച് സമയം തരൂ സാർ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം കുമാർ. യെസ് സർ, മൈ ഹസ്ബൻഡ് മിസ്സിംഗ് സർ. യുവർ ഹസ്ബൻഡ്? വേറെന്തെങ്കിലും പ്രൂഫ്? മാരേജ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്സ്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, പാസ്പോർട്ട്. സാറേ ഒരു മിനിറ്റ് സാറേ. മാരേജ് ഫോട്ടോസ് സാർ. പ്ലീസ് സിറ്റ് ഡൗൺ. എത്ര ദിവസമായി കാണാതായിട്ട്? ഇന്നലെ മുതൽ സാർ. ഇന്നലെ മുതലോ? എന്തോ സാറേ പറയുന്നത്? ഒരാഴ്ചയായിട്ട് കാർത്തി നമ്മുടെ കസ്റ്റഡിയിലല്ലോ ഉള്ളത്. ഒരു പക്ഷേ കാർത്തിക്കിനെ പോലെ മറ്റൊരുത്തനുണ്ടാവോ? സോറി സാർ. പ്ലീസ് കം വിത്ത് മീ.